കേസ് നമ്മൾ ഇന്ന് ഒരു ലംബോർഗിനി സ്റ്റീൽ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ പാതിരാത്രി ഇവിടെ നിൽക്കുകയാണ് കേസ്. ആണെങ്കിലും നമ്മൾ പണ്ടത്തെ ഒരു മനുഷ്യനാണ്. നമുക്ക് സൈക്കിൾ മാത്രമേ ഉള്ളൂ, പൈസയൊന്നും ഇല്ല കേസ്. നിങ്ങൾ തന്നെ പോലീസ് കൊണ്ട് കളിച്ച കണ്ടോണോ കേസ്? ഞാൻ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഒക്കെ. നമ്മളവിടെ പാവമായിട്ടിരിക്കുന്നുണ്ടോ? അവിടെ കണ്ടോ നിങ്ങളൊരു കാർ എടുക്കുന്നത്? കാറ് നമുക്ക് പോയി എടുക്കണം കേസ്. നമ്മൾ പാവത്താനാണെങ്കിലും നമ്മളെ ഉള്ളിലൊരു വില്ലനുണ്ട്. നമ്മളെ പാവങ്ങളാക്കി. എൻ്റെ മഞ്ഞ ലംബോർഗിനി ഉണ്ടോ? അത് എൻ്റെ ഒരു കാറായിരുന്നു. പിന്നെ അത് ഒരുത്തൻ മോഷ്ടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്നെ ഒരു വെടിയും വെച്ച് എൻ്റെ നെഞ്ചത്ത് ഉണ്ട നിറച്ച് കയറിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഉള്ള രൂപയെല്ലാം കൊടുത്ത് ഞാൻ പിച്ചക്കാരനെ. ആ ലംബോർഗിനി എനിക്ക് മോഷ്ടിക്കണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ ലംബോർഗിനിയും മോഷ്ടിക്കും. അതാണ് എൻ്റെ സ്വഭാവം. എൻ്റെ സ്വഭാവം അറിയാതെ കേസ്. ഞാൻ പണ്ടോട്ടെ ഗുണ്ട GTA 5 തോക്കെടുത്തിട്ട് അതെല്ലാം പൊട്ടിച്ചാണേ നമുക്കാദ്യം. ബോംബ് എല്ലാം എടുത്തു. മാനേജർ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, മാനേജർ അവിടെ ഇല്ല കേസ്. നമുക്ക് എല്ലാം ചെയ്യണം. ഓക്കെ, പെട്ടെന്ന് ചെയ്യണം. ഞാൻ എൻ്റെ പാർട്ട് 2 ഇടണോ കേസ്? ഇപ്പം തന്നെ അങ്ങ് മോഷ്ടിച്ചേക്കല്ലേ. പിന്നെ ഞാൻ ചൂറ്റു ചാൾസ് ഗെയിം പ്ലേൻ്റെ വീഡിയോ മുഴുവനായിട്ട് ഇടുന്നതായിരിക്കും. മുഴുവനല്ല, പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. കേസ് ചില്ല് കൂട്ടുന്നതേ ഉള്ളൂ കേസ്. ഇത് അകത്തോട്ട് കയറുന്നില്ല. എന്താണ് അകത്തോട്ട് കയറുന്നില്ല കേസ്. ഇത് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളെങ്ങനെ പോവും? റോക്കറ്റ് വിട്ടാലും പറ്റത്തില്ല. ഇതെല്ലാം ലോക്കാ. മാനേജർ ലോക്കാക്കിയിട്ട് പോയേക്കുന്നു മണ്ടച്ചാരി. പക്ഷേ ഇന്ത്യ ബൈക്ക് ട്രേഡറുടെ പുതിയ അപ്ഡേറ്റ് കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫാൻ എടുത്ത് കണ്ടിട്ട് RJ സ്കൂളെടുത്ത് ഫാൻ ഓണെന്ന് കൊടുക്കുകയാണെങ്കിൽ ഫാൻ ഓണാവും, ഫാൻ ഓഫെന്ന് കൊടുക്കുകയാണെങ്കിൽ ഓഫാവും. പിന്നെ നിങ്ങൾ ഹൗസിനെ RCB ആക്കണമെങ്കിൽ ഹൗസ് കളർ RCB എന്ന് കൊടുക്കണം. RGB ഹൗസ് കളർ അന്നേരം വരുന്നതായിരിക്കും. ഞാൻ ചെയ്തോണ്ട് ഭയങ്കര സീനായിരുന്നു കേസ്. പിന്നെ GTA 5 ഞാൻ കളിച്ചായിരുന്നു. ഇത് എൻ്റെ ഫോണിൽ നിന്ന് തന്നെ കുറച്ച് ചിക്ക് റീചാർജ് ചെയ്യണമാണ്. ചിക്ക് നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? ചിക്ക് ഞാൻ എപ്പോഴും GTA 5 കളിക്കുന്നതുകൊണ്ട് റീചാർജ് ചെയ്യണമെന്നാണ്. ഞാൻ പിന്നെ റീചാർജ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും വിടാൻ കേട്ടോ. റീചാർജ് ചെയ്യാൻ ഒത്തിരി സമയം എടുത്തായിരുന്നു. കാരണം ഞാൻ അച്ഛമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു പിന്നെ GTA 4 GTA 5 ഒക്കെ എല്ലാം കളിച്ചത്. പക്ഷെ വീഡിയോ ഇടത്തില്ല കേസ്. ഞാൻ അച്ഛമ്മയുടെ ഫോണിൽ നിന്ന് ഗെയിമിംഗ് വീഡിയോ അല്ല ഇടുന്നത് കേസ്, അല്ലാത്ത സാധാ വീഡിയോ ആണ്. അനിയൻ്റെ ഫോണിൽ നിന്ന് ചിലപ്പോൾ ഗെയിമിങ്, ചിലപ്പോൾ ഫണ്ണി വീഡിയോസ്, അത്രയാണ് എടുത്തോളൊക്കെ. ഏത് കാർ എടുക്കണം? നമുക്കതെടുക്കണം. എന്തൊരു ഇത് മഞ്ഞക്കരി ഇത് തിളക്കും. ഇത് എനിക്ക് തോന്നുന്നു ഗോഡ് ലെവലാണെന്നൊക്കെ. ഭയങ്കര സീനല്ലേ. എനിക്കല്ലെങ്കിൽ ഓറഞ്ചാണ് ഇഷ്ടം. ഞാൻ മഞ്ഞക്കാർ അത്രയും കുറച്ച് പൈസ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേസ്. പിന്നെ 1 ലക്ഷം രൂപയാണ് എൻ്റെ ആശുപത്രി പൈസ. ഇതാണ് കേസ് എൻ്റെ ലംബോർഗിനി. ഇഷ്ടപ്പെട്ട കേസ് നിങ്ങൾക്ക്? ഭയങ്കര സീൻ നോക്ക് മോനെ. ഇതൊക്കെല്ലാം ഗോൾഡ് ലെവലാണ്ടോ. ടയറൊക്കെ എല്ലാം കണ്ടോ കേസ് നിങ്ങൾ? ഭയങ്കര സീൻ. ഇത്രയും കിലോമീറ്ററൊക്കെ പോകും കേസ്. 100 പുറത്ത് പോകും കേസ്. ഇത്രയും കിലോമീറ്ററാണ്. ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് ബെൽ ബട്ടണും കൂടെ അമർത്തിയിരിക്കണേ. ഓക്കെ, ഇതാണ് നമ്മളെ പണ്ടത്തെ കാർ. പക്ഷെ നമുക്കൊരു ലംബോർഗിനി വേണമെന്ന് നമുക്ക് ആവശ്യമായിരുന്നു. എന്നാലും നമുക്ക് വില കിട്ടത്തുള്ളൂ. നമുക്ക് ഗ്യാരേജ് എന്നൊക്കെല്ലാം മാറണം കേസ്. കളർ മാറ്റില്ലെങ്കിൽ പണിയാവും. നമുക്കിനി വേറൊരു സ്ഥലം വരെ പോയിട്ട് വേറെ ഏതോ കാറ് മോഷ്ടിക്കാനുണ്ടോ? ഓക്കെ, പെട്ടെന്ന് നമുക്ക് പോകണം. ഇവിടെ ഒരു കാറുണ്ടോ? ഓക്കെ, നമ്മളിന്നാലും റോൾസ് റോയ്സ് മേടിച്ചാൽ ഇത് കണ്ടായിരുന്നു. മാനേജർ കൂടെ നിൽക്കുന്നു. ഇവിടെ നിന്ന് മോഷ്ടിക്കണം. മാനേജർ ഓണുണ്ട്. ഞാൻ വിചാരിച്ച് രാവിലെ മാനേജർ എടുത്തിട്ട് നമുക്ക് ഒന്നറിയാതായിട്ട് പോകാം കേസ്. നമ്മൾ പിച്ചക്കാരാന്ന് പറഞ്ഞാൽ പോയേക്കാം. ഹെൽമെറ്റ് വലിക്കുമെങ്കിൽ നീ എന്തോടെ ഇത്ര വില കൂടിയ ഹെൽമെറ്റുകളും വെച്ചുകൊണ്ട് വരുന്നതെന്ന് പറയും പുള്ളിയെടുത്ത് പോകണം ചേച്ചി. എനിക്ക് പേടിയാവും. ഞാനാ മോഷ്ടിച്ചാലപ്പോൾ മറ്റു മഞ്ഞ എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ചല്ലേ. ഇവൻ്റെ ഒരു അസിസ്റ്റൻ്റ്. ആ അസിസ്റ്റൻ്റ് നാട് വിട്ടാ അവന് കൊടുത്തിട്ട്. സിമിയോൻ്റെ കടയിൽ നിന്ന് പറഞ്ഞാൽ മോഷ്ടിക്കണം കേസ്. ഞാൻ അടുത്ത പ്ലാൻ സിമിയോൻ്റെ കടയാണ്. ഇവിടുന്ന് കയറുമ്പോൾ ഇല്ലേ നമുക്കൊരു സംഭവം ഉണ്ടാവും, എമർജൻസിയിൽ കയറും. ഞാൻ പറഞ്ഞ ഷീറ്റിൽ നിന്ന് ഉണ്ടാവുക ഗരാജിൻ്റെ സ്ഥലം കണ്ടോ, അവിടെ നിന്ന് കയറുമെന്ന് നമ്പറില്ല. ഇവനാ മാനേജർ. എന്തോടെ പോനാ നീ മോഷ്ടിച്ചോ?
ഞാനൊന്നും മോഷ്ടിക്കത്തില്ല. നീ പിച്ചക്കാരനാണല്ലോടാ, പെണ്ണ നീ മോഷ്ടിക്കത്തില്ലേ? അയ്യോ പോ, ഞാനിപ്പോൾ പണക്കാരനായി. മൈക്കിളായിരിക്കും അത് പണം തന്നുകൊണ്ട് ഞാൻ ഒരു ബുഗാട്ടി എടുത്തായിരുന്നു. ലംബോർഗിനിയൊന്നും എനിക്ക് ഇഷ്ടമില്ല. പിന്നെ നിൻ്റെ ഒരു ലംബോർഗിനി ഇവിടെ കിടക്കുന്നതോ? എന്നൊരു താങ്കൾക്കറിയാവുന്നോടാ അത്? അയ്യോ, നിൻ്റെ പണ്ടത്തെ ലംബോർഗിനി മോഡലാണല്ലോ. നിനക്ക് പണ്ട് ലംബോർഗിനി അല്ലാണോ ഇഷ്ടം? എടോ, എനിക്ക് താങ്കളുടെ കളിയെല്ലാം അറിയാം. താങ്കൾ അസിസ്റ്റൻ്റ് എൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് എൻ്റെ നെഞ്ചത്തൊരു ഉണ്ട കയറ്റിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ 1 ലക്ഷം രൂപയാണ് ഞാൻ കളഞ്ഞേ. സോറിയുടെ മോനെ, സോറി ഞാൻ ചെയ്യത്തില്ല. പിന്നെ എൻ്റെ മഞ്ഞ ലംബോർഗിനി മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കോ പോലീസ് കേസാവും. ഞാനാ ഓറഞ്ച് മോഷ്ടിച്ചത്. നിങ്ങളങ്ങ് കൊല്ലട്ടെ, എന്നെ കൊന്നയാ. അയ്യോ മോനെ, അങ്ങനൊന്നും ചെയ്യല്ലേ. ഓക്കെ, ആ ലംബോർഗിനി പകരമൊക്കെ തന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ അടിച്ച് പൊട്ടിയും. എല്ലാ ലംബോർഗിനി അല്ല, എൻ്റെ മഞ്ഞയും മുന്നേ ഓറഞ്ചും. അയ്യോ മക്കളെ, എന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞല്ലേ, എന്നെ എന്തോത്തിനാ കൊന്ന? ചത്തിട്ട് പറഞ്ഞല്ലേ, മിണ്ടിപ്പോലോ. ഓക്കെ, നമുക്ക് പോയ കൈ പച്ച എടുത്തിട്ട്. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ 2 ലംബോർഗിനി മുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.